മക്കളെ, കീമിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതാർക്കാണ് ബാധകമെന്ന് ചോദിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലെ എൻജിനീയറിംഗ്, ഫാർമസി പ്രവേശന പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റാനുള്ള അവസരമാണ്. ഇപ്പോൾ നിലവിൽ ഈ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് UAE, അതായത് ഷാർജയിൽ എക്സാം സെൻറ്റർ കൊടുത്ത കുട്ടികൾ, കീമിൻ്റെ എക്സാം സെൻറ്റർ കൊടുത്ത കുട്ടികൾക്ക് അവിടെ എത്തിപ്പറ്റാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതുകൂടാതെ കുവൈറ്റ്, ബഹ്റൈൻ എന്ന സ്ഥലങ്ങളിൽ കൂടി പരീക്ഷാ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും സെൻറ്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള അവസരമാണ്. ഈ സൗകര്യം ആർക്കൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 4 കാറ്റഗറിക്കാണ്. ഒന്ന്, കേരളത്തിലെ സെൻറ്ററുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം. അതായത് നിലവിൽ UAE പരീക്ഷാ കേന്ദ്രം, അതായത് ഷാർജയിൽ പരീക്ഷാ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തവരുണ്ടാവും. അവർക്ക് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. സെൻറ്റർ വെച്ചിരിക്കുന്നത് ഷാർജയിലാണ്, ഇപ്പോൾ കുട്ടി നാട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എത്തുക ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് പോവേണ്ടതില്ല, കേരളത്തിലെ ഏതെങ്കിലും പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാം. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആരാന്ന് ചോദിച്ചാൽ ഗൾഫിലെ കേന്ദ്രം തിരഞ്ഞെടുക്കാൻ. അതായത് കുട്ടി ഇപ്പോൾ ഗൾഫിലാണ്, കുട്ടി നാട്ടിലാണ് സെൻറ്റർ വെച്ചിരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ കേരളം പരീക്ഷാ കേന്ദ്രമായി തിരഞ്ഞെടുത്തിരുന്നു. പക്ഷേ നിലവിൽ ഗൾഫ് രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണുള്ളത്, കേരളത്തിലേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാം. കേരളത്തിൽ സെൻറ്റർ വെച്ചിരുന്ന കുട്ടി നിലവിൽ ഗൾഫിലാണ്, ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ എഴുതാം. ഗൾഫിൽ സെൻറ്റർ വെച്ചു, കുട്ടി നാട്ടിലാണ്, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അപ്പോൾ കേരളത്തിൽ എഴുതാം. ഈ 2 കൂട്ടർക്കും ഈ എക്സാമിന് വേണ്ടിയായിട്ട് യാത്ര ചെയ്യേണ്ടതില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി മൂന്നാമത്തേത്, കുവൈറ്റിലേക്ക് മാറാനുള്ള അവസരം. ഷാർജ എക്സാം സെൻറ്റർ വെച്ച കുട്ടികൾക്ക് വേണമെങ്കിൽ കുവൈറ്റിലേക്ക് എക്സാം സെൻറ്റർ വയ്ക്കാം. അതേപോലെ ബഹ്റിനിൽ സെൻറ്റർ കൊടുത്തിട്ടുണ്ട്, അപ്പോഴും ഷാർജയിൽ സെൻറ്റർ വെച്ച കുട്ടികൾക്ക് വേണമെങ്കിൽ ബഹ്റിൻ തിരഞ്ഞെടുക്കാം. ഈ 4 കാറ്റഗറിക്കാണ് ഈ എക്സാം സെൻറ്റർ മാറ്റാനുള്ള ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ എക്സാം സെൻറ്റർ, അതായത് ഏതൊക്കെ എക്സാമാണെന്ന് നോക്കുക. എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും, കാരണം മെഡിക്കലിന് എക്സാം ഇല്ല, ആർക്കിടെക്ചറിനും എക്സാം ഇല്ല. എഞ്ചിനീയറിങ്ങിനോ ഫാർമസിക്കോ കൊടുത്തവർ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. മെഡിക്കൽ അലൈഡ് മാത്രം കൊടുത്തവർക്ക് എക്സാം ഇല്ല, ആർക്കിടെക്ചർ കൊടുത്തവർക്ക് എക്സാം ഇല്ല, അവരിതിനെക്കുറിച്ച് ബോധേടാവേണ്ട. എഞ്ചിനീയറിങ്ങിനോ ഫാർമസിക്കോ കൊടുത്തവർ മാത്രമാണ്. അപ്പോൾ ഇതിനുള്ള അവസരം ഇന്നുവരെയാണ്. ഏപ്രിൽ 4 തീയതി തുടങ്ങി ഏപ്രിൽ 7 തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ സമയമുണ്ട്. ഏപ്രിൽ 7 തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ നിങ്ങൾക്കിത് മാറ്റാനുള്ള സമയമുണ്ട്. അതിന് ce.kerala.gov. എന്നുള്ള സൈറ്റിൽ കയറി നിങ്ങൾക്ക് ചെയ്യാം. ഇനി എങ്ങനെയാണ് സെൻറ്റർ മാറ്റേണ്ടതെന്നുള്ളത്, നിങ്ങൾ ce.kerala.gov. എന്നുള്ള നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കയറി അതേ സൈറ്റിൽ കയറുക. അതിൽ കീം 2026 ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, നിങ്ങൾ നേരെ നിങ്ങളുടെ ഹോം പേജിലെത്തും. അവിടെ നിങ്ങൾക്ക് ചേഞ്ച് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട കേന്ദ്രം തിരഞ്ഞെടുക്കാനും മാറ്റാനും ഒക്കെ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷാ കേന്ദ്രം മാറ്റുന്നതിനുള്ള അവസാന തീയതി ഒരു കാരണവശാലും നീട്ടി കൊടുക്കില്ല. അതുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ തന്നെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 7 തീയതിക്കുള്ളിൽ തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അതിൻ്റെ ഫീസ് നോക്കുക. പരീക്ഷാ കേന്ദ്രം മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അധികമായിട്ട് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് അടയ്ക്കുക. അതിനുള്ള സമയവും 7 തീയതി ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. 1 മണി എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായാലും 1 മണി എന്നായിരിക്കാൻ ആണ് സാധ്യത. ടൈം അവർ ജസ്റ്റ് എറർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 7 തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ അതുവരെ കൊണ്ടുപോകാതിരിക്കുക, അതിന് മുമ്പ് തന്നെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എക്സാം സെൻറ്റർ ഗൾഫിൽ വയ്ക്കുമ്പോൾ ഫീസ് കൂടും, നാട്ടിലാണെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് അങ്ങോട്ട് മാറ്റുന്നവർ അധികം ഫീസ് അടയ്ക്കേണ്ടി വരും. ഇനി അവിടുന്ന് ഇങ്ങോട്ടാണ് മാറ്റുന്നതെങ്കിൽ അതിൻ്റെ ഫീസിൻ്റെ കാര്യത്തെക്കുറിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടില്ല, റീഫണ്ട് വരുമോ എന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, അത് അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് അറിയിക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കീം എക്സാമിന്, അതായത് എഞ്ചിനീയറിങ്ങിനോ ഫാർമസിക്കോ അപേക്ഷ കൊടുത്തിട്ടുള്ളവരുടെ അഡ്മിറ്റ് കാർഡുകൾ ഏപ്രിൽ 8 തീയതി തൊട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഇപ്പം നിലവിൽ ഏപ്രിൽ 8 തുടങ്ങിയാണ് അഡ്മിറ്റ് കാർഡ് കിട്ടുക. ആ സമയത്ത് എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് കിട്ടും. അതായത് എഞ്ചിനീയറിങ്ങിന് കൊടുത്തവർക്കും ഫാർമസിക്ക് കൊടുത്തവർക്കും ഈ 2 കൂട്ടർക്കും അഡ്മിറ്റ് കാർഡ് കിട്ടും. അത് നിങ്ങൾ സെൻറ്റർ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഒക്കെ 8 തീയതിക്ക് ശേഷമേ അഡ്മിറ്റ് കാർഡ് വരൂ. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വരുന്നതിന് മുമ്പ് അവരുടെ അപ്ഡേറ്റ് വരുമ്പോൾ അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ, ഇനി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിലും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.